Welcome to EduZo, near perfect learning experience. Hello my dear children. എല്ലാവർക്കും സുഖമല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ 9ാം ക്ലാസ്സിലെ പെയർസ് ഓഫ് ഇക്വേഷൻ ഫസ്റ്റ് ചാപ്റ്ററിലെ അതിലെ ലാസ്റ്റ് എക്സസൈസ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പേജ് നമ്പർ 18 അതിലെ 4th പ്രോബ്ലം ആണ് ഇനി നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. നമ്മൾ അതിൽ ആദ്യത്തെ 3 പ്രോബ്ലം ചെയ്തിരുന്നു കഴിഞ്ഞ വീഡിയോസിലൊക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 4th പ്രോബ്ലം ആണ്. 4th 5th പ്രോബ്ലം നമുക്ക് ഇന്ന് ഈ ക്ലാസ്സിൽ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കാം. ഓക്കെ, the price of 17 trophies and 16 medals is 2180. The price of 16 trophies and 17 medals is 2110. What is the price of each? What is the price of each? അപ്പോൾ എന്താണ് ക്വസ്റ്റ്യനിൽ അവർ പറയുന്നത്? The price of 17 trophies and 16 medals. അപ്പോൾ 17 ട്രോഫികളുടെയും 16 മെഡൽസിൻ്റെയും പ്രൈസ് അവർ തന്നിട്ടുള്ളത് 2180 രൂപ. ഇനി 16 ട്രോഫിയുടെയും 17 മെഡലിൻ്റെയും പ്രൈസ് തന്നിട്ടുള്ളത് 2110 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ട്രോഫിയുടെയും ഒരു മെഡലിൻ്റെയും പ്രൈസാണ് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ആദ്യം എന്ത് ചെയ്യാം? ഇതിനെ ഇക്വേഷൻ ഫോമിൽ എഴുതാം അല്ലേ? നമ്മൾ കഴിഞ്ഞ പ്രോബ്ലങ്ങളിലൊക്കെ ചെയ്ത പോലെ തന്നെ എങ്ങനെ എഴുതാം? നമുക്ക് 17 ട്രോഫീസ്. അപ്പോൾ ട്രോഫീസിൻ്റെ എണ്ണം നമുക്ക് എക്സ് ആയിട്ടും മെഡലിൻ്റെ എണ്ണം വൈ ആയിട്ടും കൺസിഡർ ചെയ്യാം. ഓക്കെ, ലെറ്റ് എക്സ് ബി ദ പ്രൈസ് ഓഫ് എ ട്രോഫി അല്ലേ? അടുത്തത് വൈ ബി ദ പ്രൈസ് ഓഫ് എ മെഡൽ. അപ്പോൾ ട്രോഫിയുടെ പ്രൈസ് നമ്മൾ എക്സ് ആയിട്ടും ഒരു ട്രോഫിയുടെ ഒരു മെഡലിൻ്റെ പ്രൈസ് നമ്മൾ വൈ ആയിട്ടും കൺസിഡർ ചെയ്യുന്നു. അടുത്ത സ്റ്റെപ്പിൽ നമുക്കിതിന് ഈ പറഞ്ഞിരിക്കുന്ന ക്ലൂവിനെ നമുക്കൊരു ഇക്വേഷൻ ഫോമിൽ എഴുതാം. എന്താണ്? 17 ട്രോഫീസ്. അപ്പോൾ 17 ട്രോഫീസ്, ഒരു ട്രോഫിയുടെ വില നമ്മൾ എക്സ് എടുത്തു. അങ്ങനെയാണെങ്കിൽ 17 ട്രോഫീസിന് എന്തായിരിക്കും? 17 ഇൻറ്റു എക്സ് അല്ലേ അതിൻ്റെ വില? സോ 17x പ്ലസ് അടുത്തത് 16 മെഡൽ എന്ന് പറയുമ്പോൾ 16 ഇൻറ്റു നമ്മൾ ഒരു മെഡലിൻ്റെ പ്രൈസ് വൈ ആയിട്ടാണ് എടുത്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ 16 ഇൻറ്റു വൈ, അതായത് ഒരു മെഡലിന് വൈ ആണ്. സോ 16 മെഡൽ, അങ്ങനത്തെ 16 മെഡലിൻ്റെ പ്രൈസ് ചോദിച്ചാൽ 16 ഇൻറ്റു വൈ. സോ നമുക്കിവിടെ 16y എന്ന് എഴുതാം. ഇസ് ഈക്വൽ ടു അവർ തന്നിട്ടുണ്ട് എത്ര രൂപയാണ്? 2180 റുപ്പീസ്. ഇത്ര രൂപയാണ് 17 മെഡലിനും 16 ട്രോഫിക്കും കൂടെ നമ്മൾ കൊടുത്തത്. അടുത്ത കണ്ടീഷൻ 16 ട്രോഫിക്കും 17 മെഡലിനും. അപ്പോൾ 16 ട്രോഫി എന്ന് പറയുമ്പോൾ 16 ഇൻറ്റു എക്സ് അല്ലേ? എക്സ് അല്ലേ നമ്മൾ ട്രോഫിയുടെ വില എടുത്തത്. അപ്പോൾ 16x പ്ലസ് ഇനി 17 മെഡൽ എന്ന് പറയുമ്പോൾ 17y ഇസ് ഈക്വൽ ടു എത്ര രൂപയായി എന്നാണ് അവർ പറയുന്നത്? 2110 രൂപയായി എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, 2110. ഇതിന് ഇക്വേഷൻ നമ്പർ 1 നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ 2 ഇക്വേഷൻ നമുക്ക് ഫോം ചെയ്തു അല്ലേ? ഈ 2 ഇക്വേഷൻ കിട്ടിയത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അത് തമ്മിൽ ആഡ് ചെയ്യണം അല്ലേ? അപ്പോൾ നമ്മൾ ഒരു ടേം നമ്മളതിൽ ക്യാൻസൽ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട് അല്ലേ? ഒന്നുകിൽ എക്സിൻ്റെയോ അല്ലെങ്കിൽ വൈയുടെയോ ഏതെങ്കിലും ഒരു ടേം കംപ്ലീറ്റ് ക്യാൻസൽ ആയി പോയാൽ നമുക്ക് ഒരു വാരിയബിളിലെ ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് ആ വാരിയബിളിൻ്റെ വില കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മറ്റേ ഇക്വേഷൻ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് മറ്റേ വാരിയബിളിൻ്റെ വില കിട്ടാറുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലങ്ങളൊക്കെ ചെയ്തത് അല്ലേ? ചെയ്യാത്തവരൊക്കെ നന്നായി ചെയ്ത് പഠിക്കുക. കഴിഞ്ഞ പ്രോബ്ലമൊക്കെ നന്നായി ചെയ്ത് പഠിച്ചാലേ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കിട്ടി. അപ്പോൾ നമുക്കിവിടെ 17x ഇവിടെ 16x ആണ്, ക്യാൻസൽ ചെയ്ത് പോവില്ല അല്ലേ? ഇവിടെയോ 16ഉം 17ഉം തന്നെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻറ്റു ചെയ്യാം. അതായത് ഈ ടേമിനെ എന്ത് ചെയ്താൽ മതി? നമ്മളൊരു പ്രോബ്ലത്തിൽ ചെയ്തിരുന്നു ഞാൻ. ഈ നമ്പർ കൊണ്ട് ഇവിടെയും ഈ 17 കൊണ്ട് താഴെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ രണ്ട് നമ്പർ നമുക്ക് സെയിം ആയിട്ട് കിട്ടും. പിന്നെ നമ്മൾ അതിൻ്റെ സൈനും കൂടെ ഒന്ന് മാറ്റി കൊടുത്താൽ നമുക്ക് ആ ടേമിൽ നമുക്ക് ക്യാൻസൽ ചെയ്യിപ്പിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്യാം, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം. അപ്പോൾ ഈ ടേമിനെ ഫസ്റ്റ് ടേമിനെ നമ്മൾ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഈ ടേമിനെ നമ്മൾ 17 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു സെക്കൻഡ് ഇക്വേഷനെ. അതെന്തിനാണ്? ഈ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് സെയിം നമ്പർ ആക്കാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ചെയ്ത് നോക്കാം അല്ലേ? 16 ഇൻറ്റു 17, അതായത് നമ്മൾ ചെയ്യുമ്പോൾ ഈ മൊത്തം ഇക്വേഷൻ നമ്മൾ
മൾട്ടിപ്ലൈ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതുപോലെ ഈ മൊത്തം ഇക്വേഷൻ നമ്മൾ 17 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് 16 ഇൻറ്റു 7 എന്ത് കിട്ടും? 16 ഇൻറ്റു 17 അല്ലേ? ടു 72 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? ഇവിടെ ഈ ഇക്വേഷൻ മാറ്റി 272 എക്സ് പ്ലസ് 16 ഇൻറ്റു 16 എത്രയാണ്? 256 എന്ന് കിട്ടും അല്ലേ? 16 ഇൻറ്റു 16 256 y ഈക്വൽ ടു ഇനി 16 ഇൻറ്റു ഈ നമ്പർ ചെയ്യണം അല്ലേ? അതായത് 2118 നമ്മൾ എന്ത് ചെയ്യണം? 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എങ്കിലേ നമുക്ക് ഈ ടേം മൊത്തം മാറ്റാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ ഇതിനെ മാത്രമല്ല മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. ചില കുട്ടികൾ തെറ്റിയിട്ട് ഇതിനെ മാത്രം മൾട്ടിപ്ലൈ ചെയ്ത് വെക്കാറുണ്ട്. അങ്ങനെയല്ല, എല്ലാ ടേമിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 16 കൊണ്ട് നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഫുൾ ഇക്വേഷനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതിനെ നമുക്ക് 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാലോ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3480 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയും. ഇനി നമുക്ക് എന്ത് ചെയ്യണം? സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് 17 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ 17 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 17 ഇൻറ്റു 16 ഈ നമ്പർ തന്നെയല്ലേ കിട്ടുക നമുക്ക്? അപ്പോൾ നമുക്ക് അവിടെ 272 എക്സ് എന്ന് തന്നെ എഴുതാം അല്ലേ? കാരണം ഇവിടെ 16 ഇൻറ്റു 17, ഇവിടെ 17 ഇൻറ്റു 60 സെയിം നമ്പറാണ് കിട്ടുന്നത്. അടുത്തത് 17 ഇൻറ്റു 17. അപ്പോൾ 17 ഇൻറ്റു 17 നിങ്ങൾക്ക് എന്ത് കിട്ടും? 289 എന്ന് കിട്ടും. 289y എന്ന് കിട്ടി. ഇനി ഈ നമ്പറിനെ 17 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഏത് നമ്പറിനെ? 2110 അല്ലേ? അതിനെ 17 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ 17 ഇൻറ്റു 2110 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 35,870 എന്ന് കിട്ടി അല്ലേ? അത് നമുക്കിവിടെ എഴുതാം 35870. അപ്പോൾ നമ്മൾ രണ്ട് ഇക്വേഷനെയും നമ്മൾ എന്ത് ചെയ്തു? ആദ്യത്തെ ഇക്വേഷൻ 16 കൊണ്ടും രണ്ടാമത്തെ ഇക്വേഷന് 17 കൊണ്ടും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കണ്ടോ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് സെയിം നമ്പർ കിട്ടി, പക്ഷെ ഡിഫറെൻറ്റ് സൈൻ ആണ് അല്ലേ? അപ്പോൾ സൈൻ നമുക്ക് ചേഞ്ച് ചെയ്യണം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ സൈൻ നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ ഇക്വേഷൻ്റെ സൈൻ ചേഞ്ച് ചെയ്യാണ്. അതിന് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ് എല്ലാ ടേമിനെയും. അപ്പോൾ എല്ലാ ടേമും പ്ലസ് ആയതുകൊണ്ട് മൾട്ടിപ്ലൈ വിത്ത് മൈനസ് ആകുമ്പോൾ എല്ലാ ടേമും എന്തായി മാറും? മൈനസ് ആയിട്ട് മാറും. അപ്പോൾ ഈ ടേം മൈനസ് ആവും, ഈ ടേം മൈനസ് ആവും, ഇതും മൈനസ് ആവും. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാറ്? ഈ രണ്ട് ഇക്വേഷനും തമ്മിൽ ആഡ് ചെയ്യും അല്ലേ? ഈ രണ്ട് ഇക്വേഷനും തമ്മിൽ ആഡ് ചെയ്യും. ആഡ് ചെയ്യുമ്പോൾ എന്താണ്? ഇതിന് ഡിഫറെൻറ്റ് സെയിം കോഎഫിഷ്യൻ ഡിഫറെൻറ്റ് സൈൻ അല്ലേ? അപ്പോൾ അത് 0 ആയി. ഓക്കെ, അപ്പോൾ ഒരേ നമ്പർ പക്ഷെ ഒന്ന് മൈനസ് ഒന്ന് പ്ലസ്. അപ്പോൾ അത് നമ്മൾ ക്യാൻസൽ ചെയ്തു. അടുത്തത് ഈ രണ്ട് നമ്പർ. അപ്പോൾ ഇത് രണ്ടും എന്താണ്? ഒന്ന് മൈനസ് ഒന്ന് പ്ലസ് ആണ്. അപ്പോൾ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ മൈനസ് ചെയ്തിട്ട് വലിയ നമ്പറിൻ്റെ സൈൻ കൊടുക്കുക. ഇവിടെ വലിയ നമ്പർ ഏതാണ്? 289 ആണ് അല്ലേ? അതിൽ നിന്ന് നമ്മൾ 256 മൈനസ് ചെയ്യാം. 289 256 മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 33 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ നമ്മളിവിടെ 33y. ഇനി സൈൻ എന്താ കൊടുക്കണ്ടേ? പ്ലസ് ആണോ മൈനസ് ആണോ? ഇവിടെ വലുതിൻ്റെ ചിഹ്നം പ്ലസ് അല്ലേ? നമ്മളെപ്പോഴും വലുതിൻ്റെ ചിഹ്നമാണ് കൊടുക്കാറ് അല്ലേ? രണ്ട് ചിഹ്നം വരുമ്പോൾ. ഇനി ഈക്വൽ ടു ഇതോ? ഇതിലേതാ വലുത്? ഇത്. അപ്പോൾ ഇത് ഡിഫറൻറ്റ് സൈൻ ആണ്, ഒന്ന് മൈനസ് ഒന്ന് പ്ലസ്. അപ്പോൾ വലുതിന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം. അപ്പോൾ ഇവിടുത്തെ വലുത് 35870 ആണ്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? 34880 മൈനസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 0 9 7 അല്ലേ? ഇവിടെ 17 വരും. അപ്പോൾ 8 17 ആവാൻ എത്രയാണ്? 9. ഇനി 4 ഇവിടെ 0 വരും. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് എന്താണ്? 990 എന്നാണ്. അപ്പോൾ 990 എന്ന് കിട്ടും, അതായത് 990. ഓക്കെ, അപ്പോൾ നമുക്ക് 33y = 990 എന്ന് കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ y, അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 33y = 990 എന്നാണ് കിട്ടിയത് അല്ലേ? അപ്പോൾ ഇതിന് y കണ്ടുപിടിച്ചുകൂടെ? y ഇവിടെ നിർത്താം.
33 അവിടെ കൊണ്ടുപോകുമ്പോൾ 990/33. നമുക്കിത് അറിയാം അല്ലേ, 3 അപ്പോൾ 30 എന്ന് കിട്ടും. നമുക്ക് എന്ത് കിട്ടും? 30. അപ്പോൾ y is equal to എന്ത് കിട്ടി? 30 എന്ന് കിട്ടി. ഇനി നമുക്ക് x കണ്ടുപിടിച്ചൂടെ? ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി വൈയുടെ വാല്യൂ. അപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഏതാണ്? 17x + 16y is equal to 2180. ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ്? 17x + 16y is equal to 2180. ഇപ്പോൾ നമ്മൾ വൈയുടെ വാല്യൂ കണ്ടുപിടിച്ചു, അത് 30 ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 17x + 16 × 30 is equal to 2180 എന്ന് കിട്ടും. 17x ഇവിടെ തന്നെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഇത് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. അപ്പോൾ നമുക്ക് 480 എന്ന് കിട്ടും, 2180 അല്ലേ, ഇങ്ങനെ കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ 480 അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ 17x is equal to 480 അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആവും അല്ലേ. അപ്പോൾ 2180 മൈനസ് 480 എന്ന് കിട്ടും. അപ്പോൾ 2180 എന്ന് നമ്മൾ 480 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എന്ത് കിട്ടും? 1700 അല്ലേ. അതായത് 17x equal to 1700 എന്ന് കിട്ടും. ഇനി x ഇവിടെ നിർത്തുക, 17 അവിടെ പോകുമ്പോൾ 1700 ഡിവൈഡഡ് ബൈ 17 ആവും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇത് ക്യാൻസൽ ചെയ്ത് 100 എന്ന് കിട്ടും അല്ലേ. 1700 17 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 100 എന്ന് കിട്ടും. അപ്പോൾ x കിട്ടി 100, y കിട്ടി 30. അപ്പോൾ x 100 y നമുക്ക് 30 എന്നും കിട്ടി. അതായത് x എന്താണ്? ട്രോഫിയുടെ എണ്ണമാണ് അല്ലേ. അപ്പോൾ 100 ട്രോഫീസും ട്രോഫിയുടെ എണ്ണമല്ല, ട്രോഫിയുടെ പൈസ. അതായത് ഒരു ട്രോഫിക്ക് എത്രയാണ്? 100 രൂപയാണ്. ഒരു മെഡലിൻ്റെ വില 30 രൂപയാണ്. ഓക്കെ, അപ്പോൾ പ്രൈസ് ഓഫ് എ ട്രോഫി ഈസ് 100 rupees and price of a medal is 30 rupees. So we solved this problem. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ ക്ലൂ അനുസരിച്ച് നമ്മൾ ഇക്വേഷൻ എഴുതി. നമ്മൾ ഇവിടെ ഏതെങ്കിലും ഒരു കോഎഫിഷ്യൻറ്റിനെ നമ്മൾ ക്യാൻസൽ ചെയ്യാൻ പാകത്തിന് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആ ഒരു സ്റ്റെപ്പ് അത് തെറ്റാണ്ട് മറക്കാണ്ട് ചെയ്ത് അതിൽ നിന്ന് ഏതെങ്കിലും ഒരു വാരിയബിളിൻ്റെ വില കണ്ടുപിടിക്കുക. ആ വാരിയബിളിൻ്റെ വില നമ്മളിപ്പോൾ ഇവിടെ y കണ്ടുപിടിച്ചു അല്ലേ, അത് ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എക്സിൻ്റെ വാല്യൂ ഇതുപോലെ കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് അവർ ചോദിച്ചിട്ടുള്ളത്, എക്സിൻ്റെയും വൈയുടെയും വാല്യൂ. അതായത് ട്രോഫിയുടെ പ്രൈസ്, ഒരു ട്രോഫിയുടെ പ്രൈസ്, ഒരു മെഡലിൻ്റെ പ്രൈസ്. സോ നമുക്കൊരു ട്രോഫിയുടെ പ്രൈസ് 100, ഒരു മെഡലിൻ്റെ പ്രൈസ് 30 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ, നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്തു. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും നന്നായി ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത പ്രോബ്ലത്തേക്ക് പോവാം. 5th പ്രോബ്ലം. ഓക്കെ, പേജ് നമ്പർ 18, 5th പ്രോബ്ലം. പ്രോബ്ലം എന്താണ്? An object start with a speed of u meter per second and travels along a straight line. If the speed increases at the rate of a meter per second every second, the distance traveled in t second is, the relation is given as ut plus half at square. ഇങ്ങനത്തെ ഒരു പ്രോബ്ലം നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. കഴിഞ്ഞ ഒരു എക്സസൈസിൽ നമ്മൾ സെയിം ഈ മോഡൽ ഫിസിക്സിൽ ഒരു ഇക്വേഷൻ വരുന്ന ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇതും ചെയ്യേണ്ടത്. ഓക്കെ, the distance traveled in 2 seconds is 10 meter and in 4 seconds is 28 meter. അതായത് ഡിസ്റ്റൻസ് ടൈമിനനുസരിച്ച് ഡിസ്റ്റൻസ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഡിസ്റ്റൻസ് മാറുമ്പോൾ ആക്സിലറേഷൻ ഉണ്ടാവും അല്ലേ, ചേഞ്ച് ഇൻ വെലോസിറ്റി. So what was the starting speed? What is the rate at which speed is increasing? രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കണം. What is the starting speed? And second നമുക്ക് കണ്ടുപിടിക്കേണ്ടത് what is the rate at which speed increasing? ഏത് റേറ്റിലാണ് സ്പീഡ് ഇൻക്രീസ് ചെയ്യേണ്ടത്? അത് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു. സ്റ്റാർട്ടിംഗ് സ്പീഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ u ആണ്. u മീൻസ് ഇനീഷ്യൽ വെലോസിറ്റി. അതായത് ഒരു വസ്തു സ്റ്റാർട്ട് സഞ്ചരിക്കാൻ തുടങ്ങുന്നത്, ആ സ്റ്റാർട്ടിംഗ് സ്പീഡ് എന്ന് പറയില്ലേ, അതാണ് u എന്ന് പറയുന്നത്. a എന്ന് ഉദ്ദേശിക്കുന്നത് ആക്സിലറേഷൻ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആ ചേഞ്ചിങ് റേറ്റ് അറ്റ് വിച്ച് സ്പീഡ് ഈസ് ചേഞ്ചിങ്, അതിനാണ് നമ്മൾ ആക്സിലറേഷൻ എന്ന് പറയാം അല്ലേ. നമ്മൾ ഫിസിക്സിൽ പഠിക്കുന്നതാണ്. ഇനി
അപ്പോൾ യു ടി അത് കഴിഞ്ഞു. ഇനി നമുക്കിവിടെ രണ്ട് കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഈ ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യാറ്. നിങ്ങൾ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഇക്വേഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ രണ്ട് കണ്ടീഷനുണ്ട്. 2 സെക്കൻഡിൽ 10 മീറ്ററും 4 സെക്കൻഡിൽ 28 മീറ്ററുമാണ് സഞ്ചരിക്കുന്നതെന്ന് തന്നിട്ടുണ്ട് രണ്ട് കണ്ടീഷൻ. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻ നമുക്ക് ഇക്വേഷനിൽ ഇടാം. എന്നിട്ട് രണ്ട് ഇക്വേഷൻ ഫോം ചെയ്യാം. അത് സോൾവ് ചെയ്ത് യുവിൻ്റെയും എയുടെയും വാല്യൂ കണ്ടുപിടിക്കാം. യു എന്ന് പറയുന്നതാണ് അവർ ചോദിച്ചിരിക്കുന്ന സ്റ്റാർട്ടിംഗ് സ്പീഡ്. ഇനി ആക്സലറേഷൻ അല്ലെങ്കിൽ റേറ്റ് അറ്റ് വിച്ച് സ്പീഡ് ഇൻക്രീസിങ് അതാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട എ, അതായത് ആക്സലറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ടേമാണ് നമുക്കിതിൽ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം? യു ഈസ് ദ സ്റ്റാർട്ടിംഗ് സ്പീഡ് അല്ലേ? ഇവിടെ യു ആണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് സ്പീഡ് എന്ന് പറയുന്നത്. ഇനി സ്പീഡ് ഇൻക്രീസിങ് ചെയ്യുന്ന റേറ്റ് ആണ് എ എന്ന് പറയുന്നത്. ഓക്കെ, റേറ്റ് അറ്റ് വിച്ച് സ്പീഡ് ഇൻക്രീസിങ് ആ ടേമാണ് ഇത് നമ്മുടെ എ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവിടെ സ്റ്റാർട്ടിംഗ് സ്പീഡാണ് എ യു എന്ന് പറയുന്നത്. റേറ്റ് അറ്റ് വിച്ച് സ്പീഡ് ഇൻക്രീസിങ് അതാണ് എ എന്ന് പറയുന്നത്. ഓക്കെ, ആക്സലറേഷൻ എന്ന് പറയുന്നത്. നമുക്കിവിടെ തന്നിരിക്കുന്ന ഇക്വേഷൻ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ്? യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അത് എന്തിൻ്റെ ഇക്വേഷൻ ആണ്? സ്പീഡ്. ഓക്കെ, സ്പീഡാണ് അത്. അപ്പോൾ നമ്മളത് പഠിച്ചിട്ടുള്ളതാണ്. അവർ തന്നിട്ടുണ്ട് സെക്കൻഡ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ടൈം ടി സെക്കൻഡ്. അപ്പോൾ ആ സ്പീഡ് അല്ലെങ്കിൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ ഡി, അതായത് ഈ ഇക്വേഷൻ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്, അതായത് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. നമ്മൾ ആ സമയം ഇത്ര സമയത്ത് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഡി ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് എഴുതാം. ഇനി ഈ ഡി എന്ന് പറയുന്നത് നമുക്കിവിടെ തന്നിട്ടുണ്ട് അല്ലേ? രണ്ട് കണ്ടീഷൻ. 2 സെക്കൻഡിൽ 10 മീറ്റർ. 2 സെക്കൻഡ് എന്ന് പറയുന്നത് ഇവിടുത്തെ ടി ആണ്. ടൈമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 2 സെക്കൻഡ് നമ്മുടെ. ഇനി ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് എന്ത്? 10 മീറ്റർ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കൊടുക്കാം ഡിസ്റ്റൻസിൻ്റെ അവിടെ അല്ലേ? അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ 10 ഈസ് ഈക്വൽ ടു യു അത് നമുക്ക് അറിയില്ല. ടി അവർ പറയുന്നത് 2 സെക്കൻഡ് ആണ്. പിന്നെ ഹാഫ് ഇൻറ്റു എ അറിയില്ല. വീണ്ടും ടൈമിൻ്റെ അവിടെ 2 കൊടുക്കുക. ഇപ്പോൾ 2 സെക്കൻഡ് എന്ന് കിട്ടും. ഇനി ഇതൊന്ന് സോൾവ് ചെയ്യുക. അതായത് നമുക്കിതിന് സോൾവ് ചെയ്യുമ്പോൾ 10 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? യു ഇൻറ്റു 2u പ്ലസ് ഹാഫ് ഇൻറ്റു എ ഇൻറ്റു 4 അല്ലേ? അപ്പോൾ അതിൽ ഈ 4ൽ 2 നമുക്ക് 2 വെച്ച് ക്യാൻസൽ ചെയ്തൂടെ? അപ്പോൾ നമുക്ക് വീണ്ടും 10 ഈസ് ഈക്വൽ ടു 2u പ്ലസ് എന്ത് കിട്ടും? ഇവിടെ 2 അല്ലേ? 2a എന്ന് കിട്ടും. മനസ്സിലായില്ലേ? ഇതിനെ ജസ്റ്റ് ഒന്ന് നമ്മൾ ഇക്വേഷൻ ഒന്ന് ചെറുതാക്കി എഴുതിയതാണ്. 10 ഈസ് ഈക്വൽ ടു 2u ഇൻറ്റു ഹാഫ്. പിന്നെ ക്യാൻസൽ ചെയ്യാൻ ഇവിടെ ഒരു 4 ഉണ്ട്. അപ്പോൾ ഈ 2 വെട്ടി പോകുമ്പോൾ മുകളിൽ 2 ആവും. അങ്ങനെ നമുക്ക് 10 ഈസ് ഈക്വൽ ടു 2u പ്ലസ് 2a എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ അല്ലേ? ഇനി നമുക്ക് സെക്കൻഡ് കണ്ടീഷൻ നോക്കാം. 4 സെക്കൻഡിൽ 28 മിനിറ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ ടിയുടെ അവിടെ 4 സെക്കൻഡ് എന്നും ഡിയുടെ അവിടെ 28 മീറ്റർ എന്നും കൊടുക്കാം. ഓക്കെ, തെറ്റി പറഞ്ഞാണ് 28 മീറ്റർ കേട്ടോ. ഓക്കെ, അപ്പോൾ 4 സെക്കൻഡിൽ 28 മീറ്റർ ആണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്കതിനെ എങ്ങനെ കൊടുക്കാം? അപ്പോൾ അതിന് നമുക്ക് രണ്ടാമത്തെ ഇക്വേഷനായിട്ട് ഇതിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡിയുടെ അവിടെ എന്ത് കൊടുക്കണം? 28 എന്ന് കൊടുക്കണം. ഇസ് ഈക്വൽ ടു യുവിൻ്റെ അവിടെ നമുക്കറിയില്ല. ഇൻറ്റു ടൈം അവർ 4 ആണ് രണ്ടാമത്തെ കണ്ടീഷന് തന്നിരിക്കുന്നത്. അപ്പോൾ പ്ലസ് ഹാഫ് ഇൻറ്റു എ അറിയില്ല. ടി വീണ്ടും 4ൻ്റെ സ്ക്വയർ അല്ലേ? അപ്പോൾ ഇത് ആദ്യത്തെ കണ്ടീഷനാണ്. അതായത് 2 സെക്കൻഡിൽ 10 മീറ്ററും. ഇത് രണ്ടാമത്തെ കണ്ടീഷനാണ്. 4 സെക്കൻഡിൽ 28 മീറ്ററുമാണ് സഞ്ചരിക്കുന്നതെന്ന്. ഓക്കെ, അപ്പോൾ 28 ഇസ് ഈക്വൽ ടു ഇതിനെ നമുക്ക് ഒന്ന് ചെറുതാക്കി എഴുതാം അല്ലേ? 4u 4 ഇൻറ്റു യു 4u പ്ലസ് ഹാഫ് എ ഇൻറ്റു 4ൻ്റെ സ്ക്വയർ എത്രയാണ്? 16. അപ്പോൾ 2 താഴെയുണ്ട് അല്ലേ? 16 2ൽ എത്ര വട്ടമാണ്? 8 ടൈംസ് പോവില്ലേ? മൾട്ടിപ്ലിക്കേഷൻ ടേബിളൊക്കെ നന്നായി പഠിച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് 8 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് 28 ഇസ് ഈക്വൽ ടു 4u പ്ലസ് 8a എന്ന് കിട്ടും. കാരണം ഇവിടുത്തെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഇവിടെ a ഉണ്ട്, ഈ 8 ഉണ്ട്. അപ്പോൾ 8 ഇൻറ്റു a 8a ആണ്. സോ നമുക്ക് എന്ത് കിട്ടി? 28 ഇസ് ഈക്വൽ ടു 4u പ്ലസ് 8a എന്ന് കിട്ടി. ഇനി നമുക്ക് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ അല്ലേ? ഇനി ഈ രണ്ട് ഇക്വേഷൻ ഒരുമിച്ച് എഴുതി സോൾവ് ചെയ്യാം. ഈ രണ്ടാമത്തെ ഇക്വേഷൻ ഇവിടേക്ക് എടുത്ത് എഴുതാം. അതിനു മുമ്പ് ഈ ഇക്വേഷൻ നമുക്ക് വേണമെങ്കിൽ
തിരിച്ചൊന്ന് 2u + 2a = 10 എന്ന് എഴുതാം. അതായത് നമ്മളെപ്പോഴും ഇവിടെയാണല്ലോ വേരിയബിൾസ് എഴുതാറ്, അതുകൊണ്ടാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. ഇനി ഇതിനെയും നമുക്കിതുപോലെ 4u + 8a = 28 എന്ന് എഴുതാം. ഇനി നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ രണ്ട് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിനെന്ത് ചെയ്യണം? ആഡ് ചെയ്യണം അല്ലേ? ആഡ് ചെയ്യണേക്കാൾ മുമ്പ് ഏതെങ്കിലും ഒരു ടേം നമ്മൾ ക്യാൻസൽ ചെയ്യാൻ പാകത്തിന് മാറ്റി എഴുതാറുണ്ട്. അപ്പം ഇവിടെ 2ഉം ഇവിടെ 4ഉം ആണ് അല്ലേ? അപ്പോൾ ഇവിടെയൊക്കെ വ്യത്യാസം ആയതുകൊണ്ട് ഇതിനെ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെയൊക്കെ തന്നെ ഈ 4ന് ഇവിടെ ഈ 2 കൊണ്ട് ഇവിടെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് യുവിൻ്റെ കോഎഫിഷ്യന്റ് സെയിം ആയിട്ട് കിട്ടും അല്ലേ? അപ്പോൾ എങ്ങനെ കിട്ടും? ഇവിടെ ചെയ്യുമ്പോൾ 4 × 2u എന്ത് കിട്ടും? 8u + 4 × 2a 8a = 4 × 10 40. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ കിട്ടി. സെക്കൻഡ് ഇക്വേഷൻ 2 × 4u 8u + 2 × 8a 16a 2 × 28 2 × 28 56 അല്ലേ? നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ ഇങ്ങനെ കിട്ടി. ഇതാണ് നമുക്കിപ്പോൾ കിട്ടിയ രണ്ട് ഇക്വേഷൻ. ഇനി ഞാൻ പറഞ്ഞതുപോലെ ഇത് രണ്ടും എന്തായി? യുവിൻ്റെ കോഎഫിഷ്യന്റ് സെയിം ആയി, പക്ഷെ സൈൻ നോക്കൂ സെയിം അല്ലേ? അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അത് ക്യാൻസൽ ചെയ്ത് പോവില്ല അല്ലേ? അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ സൈൻ മൊത്തം മാറ്റാം ഒരു ഇക്വേഷൻ്റെ. അപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് ഇക്വേഷൻ്റെ സൈൻ മൊത്തം മൈനസ് ആക്കാൻ പോവാണ്, കാരണം ഇതെല്ലാം പ്ലസ്സിലാണ് കിടക്കുന്നത്. അപ്പോൾ മൈനസ് കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ എല്ലാം മൈനസ് ആവും. അപ്പോൾ -8u -8a = -40 ഇങ്ങനെയാവും ഫസ്റ്റ് ഇക്വേഷൻ. എല്ലാ ഇക്വേഷനും ഞാൻ മൈനസ് കൊണ്ട് ഇൻറ്റു ചെയ്തു. അതെന്തിനു വേണ്ടിയിട്ടാണ്? താഴെ നമുക്ക് എന്താണ്? ഇതാണ് ഇക്വേഷൻ അല്ലേ? 8u + 16a = 56. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ മൈനസ് കൊണ്ട് ഇൻറ്റു ചെയ്തത്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ കോഎഫിഷ്യന്റ് സെയിം ആക്കി, അതിന് വേണ്ടി ഇവിടെ 4 കൊണ്ടും ഇവിടെ 2 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്തു. ചിലതിൽ നമുക്ക് ഒരു ഇക്വേഷൻ മാത്രമേ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരാറുള്ളൂ അല്ലേ? പക്ഷെ ഇവിടെ നമ്മൾ രണ്ടും മൾട്ടിപ്ലൈ ചെയ്താലേ നമുക്ക് സെയിം കോഎഫിഷ്യന്റ് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ രണ്ട് ഇക്വേഷനെ നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് കോഎഫിഷ്യന്റ് യുവിൻ്റെ കോഎഫിഷ്യന്റ് സെയിം ആക്കി. അടുത്തത് നമ്മൾ ഇവിടെ രണ്ടും പ്ലസ്സിലാണ് കിടക്കുന്നത്. അപ്പോൾ ക്യാൻസൽ ചെയ്ത് പോകാൻ വേണ്ടി ഏതെങ്കിലും ഒരെണ്ണത്തിന് നമ്മൾ മൈനസ് ആക്കണം. അതുകൊണ്ട് ഞാൻ ഒരെണ്ണത്തിന് മൈനസ് ആക്കാന്ന് പറഞ്ഞാൽ ഈ -8u മാത്രം ചെയ്താൽ പോരാ, നമ്മുടെ ഹോൾ ഇക്വേഷൻ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ മൈനസ് മൈനസ് മൈനസ്, അപ്പോൾ ഈ എല്ലാ ടേമുകളും ഫസ്റ്റത്തെ മൈനസിലേക്ക് മാറി. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ രണ്ട് ഇക്വേഷനും തമ്മിലൊന്ന് ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്യുമ്പോൾ എന്തിയാവും? ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ രണ്ട് ഡിഫറൻറ്റ് സൈനാണ് അല്ലേ? ഒരേ നമ്പറും ഡിഫറൻറ്റ് സൈൻ ആകുമ്പോൾ അത് ക്യാൻസൽ ചെയ്ത് പോകും. സോ ഇത് 0 ആയി. ഇനി ഇത് എന്ത് ചെയ്യാം? ഇത് 16ഉം ഇത് 8ഉം. അപ്പോൾ വലിയ നമ്പറിന് ചെറിയ നമ്പർ മൈനസ് ചെയ്യുക, വലുതിൻ്റെ ചിഹ്നം കൊടുക്കുക. അപ്പോൾ 16ന് 8 കുറച്ച് 8 കിട്ടും. 8a ചിഹ്നം നമ്മൾ 16ന് കൊടുക്കുക, കാരണം 16ആണ് അവിടുത്തെ വലിയ നമ്പർ. അടുത്തത് ഇതും അതെ, വലുതിന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം. 56 40 കുറച്ചാൽ എന്ത് കിട്ടും? നമുക്ക് 16 എന്ന് കിട്ടും. ചിഹ്നം ആരുടെ കൊടുക്കണം? 56ൻ്റെ അല്ലേ? +16, കാരണം അതാണ് 56ആണ് ഇവിടെ വലിയ നമ്പർ. സോ നമുക്ക് +16 എന്ന് കിട്ടി. ഇനി നമുക്ക് 8a = 16 എന്ന് കിട്ടിയല്ലോ. അതിൽ നിന്ന് നമുക്ക് a കണ്ടുപിടിച്ചൂടെ? 16/8 ചെയ്യാം. ഈ 8നെ അവിടെ കൊണ്ടുപോയി ഡിവൈഡ് ചെയ്ത് എയുടെ വാല്യൂ കിട്ടില്ലേ? അപ്പോൾ എത്രയാണ്? 2 എന്ന് കിട്ടും. 8 × 2 ആണ് 60. അപ്പോൾ നമുക്ക് എയുടെ വാല്യൂ ആക്സിലറേഷൻ നമുക്ക് 2 എന്ന് കിട്ടി. 2 ഉണ്ടായത് യൂണിറ്റ് എന്തായിരുന്നു? m/s² ആണ്. അപ്പോൾ ആക്സിലറേഷൻ എന്ത് കിട്ടി? 2 m/s² എന്ന് കിട്ടി. ഇനി നമുക്ക് ആരെയാണ് കണ്ടുപിടിക്കേണ്ടത്? യുവിനെയാണ് കാണേണ്ടത് അല്ലേ? അപ്പം യു കാണാനായിട്ട് ഈ എയുടെ വാല്യൂ നമുക്ക് ഈ ഇക്വേഷനിൽ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എന്താണ് വരുന്നത്? ഫസ്റ്റ് ഇക്വേഷൻ എന്ത് കിട്ടും? ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ ഞാൻ മാറ്റല്ലേ. ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു? ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. 10 = 2u + 2a ഇതായിരുന്നു ഫസ്റ്റ് ഇക്വേഷൻ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ആയിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ 10 = 2u + 2 × എയുടെ വാല്യൂ നമ്മൾ എന്ത് കണ്ടുപിടിച്ചത്? 2. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് 10 = എന്ത് കിട്ടി? 2u + 4 എന്ന് കിട്ടി. ഈ 2u ഇവിടെ നിർത്താം. നമുക്ക് ഇങ്ങനെ ഈ 4നെ ഇങ്ങോട്ട് കൊണ്ടുവരാം അല്ലേ? അപ്പോൾ 10 - 4 = 2u എന്ന് കിട്ടും. 10 - 4 എന്ന് പറഞ്ഞാൽ 6 അല്ലേ? 6 = 2u. അപ്പോൾ 2u = 6 എന്ന് കിട്ടി അല്ലേ? അപ്പോൾ യുവിൻ്റെ വില കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ 2നെ അവിടെ കൊണ്ടുപോയി ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 6/2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 3. 3 m/s. അപ്പോൾ യുവിൻ്റെ
യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇനീഷ്യൽ സ്പീഡ്. ഇത് ആക്സിലറേഷൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ നമുക്ക് എയുടെയും യുവിൻ്റെയും വാല്യൂ കിട്ടി. അപ്പോൾ എന്ത് കിട്ടി നമുക്ക്? എ ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടിയത് 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, യു ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടിയത് 3 മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ യു ആൻഡ് എ, അതായത് സ്റ്റാർട്ടിംഗ് സ്പീഡ് യു, അത് നമുക്ക് എന്ത് കിട്ടി? 3 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ഇനി റേറ്റ് അറ്റ് വിച്ച് സ്പീഡ് ഇൻക്രീസിങ്, അത് ചോദിച്ചിരിക്കുന്നത് എ ആണ്. എ നമുക്ക് എന്ത് കിട്ടി? 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഇതേപോലത്തെ പ്രോബ്ലം നമ്മൾ മുമ്പ് ഒരു എക്സസൈസിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതും കൂടെ ഒന്ന് നോക്കുക. രണ്ടും കൂടെ സെയിം മെത്തേഡാണല്ലോ, സെയിം സ്റ്റെപ്സ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതും ഒന്ന് ചെയ്ത് നോക്കുക അല്ലേ. അതിൻ്റെ ഒപ്പം ഇതും കൂടെ ഒന്ന് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ചെയ്ത് പഠിക്കുക. ഓരോ സ്റ്റെപ്പും തെറ്റാതെ ചെയ്യാം. നമ്മൾ ഇക്വേഷൻസ് ഒക്കെ ഇതുപോലെ മൾട്ടിപ്ലൈ ചെയ്യുക, സോൾവ് ചെയ്യുക. അതുപോലെ ഇവിടെ സൈൻ മാറ്റുന്ന കേസൊക്കെ നന്നായി ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് ഈ കിട്ടുന്ന വാല്യൂ വേറെ വാല്യൂ ആയി മാറും. സോ നമ്മുടെ ഉത്തരം മൊത്തം തെറ്റിപ്പോകും. അതുകൊണ്ട് നിങ്ങൾ ഓരോ സ്റ്റെപ്പും നല്ല ശ്രദ്ധിച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ ചെയ്യണം. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് പഠിക്കാം. അപ്പോൾ നമുക്കിനി അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. അടുത്തത് പ്രോബ്ലം നമ്പർ 6. ഓക്കെ, പേജ് നമ്പർ 18, പ്രോബ്ലം നമ്പർ 6. അപ്പോൾ ഈ പ്രോബ്ലം നമുക്ക് ആദ്യം പ്രോബ്ലം ഒന്ന് വായിച്ചു നോക്കാം അല്ലേ. A 2-digit number is equal to 6 times the sum of its digit. The number got by interchanging the digits is 9 more than 4 times the sum of the digits. What is the number? Sum of 4 times. അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആണ് അല്ലേ. പക്ഷെ ഇതിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഈസി ആയിട്ട് ഇതിനെ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഓരോ സെൻറ്റൻസ് ആയിട്ട് വായിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ എന്താണ് ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ സെൻറ്റൻസ് ഒന്ന് വായിച്ചു നോക്കിയേ. 2 ഡിജിറ്റ് നമ്പർ ഈസ് ഈക്വൽ ടു, ഒരു 2 ഡിജിറ്റ് നമ്പർ ഉണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പ്രോബ്ലം ഇതുപോലെ വന്നപ്പോൾ പറഞ്ഞിരുന്നു, 2 ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും XY ഇങ്ങനെയല്ല എടുക്കേണ്ടത്. ഇതല്ല 2 ഡിജിറ്റ് നമ്പർ. ഓക്കെ, എങ്ങനെയാണ് നമ്മളൊരു 2 ഡിജിറ്റ് നമ്പറിനെ നമ്മൾ എഴുതാം? വാരിയബിൾ വെച്ചിട്ട് എഴുതുമ്പോൾ x 10x പ്ലസ് y. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത്? ഇത് വൺസിന്റെ പൊസിഷനിലുള്ള നമ്പറും ഡിജിറ്റും, ഇത് ടെൻസിന്റെ എക്സ് എന്ന് പറയുന്നത് ടെൻസിന്റെ പ്ലേസിലുള്ള ഡിജിറ്റുമാണ്. അപ്പോൾ അതിന്റെ പ്ലേസ് വാല്യൂ അടക്കം നമ്മൾ അവിടെ കൊടുക്കണം. അങ്ങനെയാണ് നമ്മൾ അവിടെ നമ്പർ എഴുതേണ്ടത്. അല്ലാതെ XY എന്ന ഒരിക്കലും നമ്മൾ 2 ഡിജിറ്റ് നമ്പറിനെ എഴുതരുത്. ഓക്കെ, അതിലെ ഡിജിറ്റുകൾ മാത്രമാണ്. നമ്മൾ പ്ലേസ് വാല്യൂ അടക്കം എഴുതുമ്പോൾ ആ ഡിജിറ്റിന്റെ വാല്യൂ നമ്മൾ നോക്കുമ്പോൾ 10x പ്ലസ് y അങ്ങനെ തന്നെയാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എടുക്കാം? ആ 2 ഡിജിറ്റ് നമ്പറിനെ നമുക്ക് എങ്ങനെ എടുക്കാം? 10x പ്ലസ് y. ഇതാണ് നമ്മുടെ ആ 2 ഡിജിറ്റ് നമ്പർ. The 2 digit number is 10x plus 1. ഇനി എന്താ പറയുന്നത്? ഒരു 2 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? ഈക്വൽ ടു 6 ടൈംസ് ദ സം ഓഫ് ഇറ്റ്സ് ഡിജിറ്റ്. 6 ടൈംസ് എന്ന് പറഞ്ഞാൽ എന്താ? 6 ടൈംസ് ഇൻറ്റു 6 അല്ലേ. ഓക്കെ, സം ഓഫ് ഇറ്റ്സ് ഡിജിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ ഡിജിറ്റുകൾ ഏതൊക്കെയാണ്? എക്സും വൈയും ആണ് അല്ലേ. ഡിജിറ്റാണ് എക്സും വൈയും, സംഖ്യയാണ് 10x പ്ലസ് y. ഓക്കെ, അപ്പം ഡിജിറ്റുകളുടെ സമ്മിൻ്റെ 6 ടൈംസ് ആണ് ആ നമ്പർ എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഈ സംഖ്യ എന്ന് പറയുന്നത്, ഓക്കെ, ആ സംഖ്യ എന്ന് പറയുന്നത് നമുക്കൊന്നും കൂടെ എടുത്തെഴുതാം. എന്തിന് ഈക്വൽ ആണ്? ഈക്വൽ ടു 6 ടൈംസ് എന്ന് പറഞ്ഞാൽ 6 ഇൻറ്റു ഒരു പല നമുക്കൊരു ബ്രാക്കറ്റ് കൊടുക്കാൻ വേണമെങ്കിൽ അല്ലേ. 6 ഇൻറ്റു സം ഓഫ് ഇറ്റ്സ് ഡിജിറ്റ്. ഏതൊക്കെയാണ് ഇതിലെ ഡിജിറ്റുകൾ? ഡിജിറ്റുകൾ ഏതൊക്കെയാണ് സംഖ്യയുടെ? എക്സും വൈയും ആണ് ഡിജിറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ എടുക്കുന്ന ഡിജിറ്റ് ആണ് എക്സും വൈയും. സംഖ്യ ഏതാണ്? 10x പ്ലസ് y. പ്ലേസ് വാല്യൂ അടക്കം നമ്മൾ എഴുതുമ്പോൾ. ഇനി ഇതെന്താ പറയുന്നത്? 6 ടൈംസ് സം ഓഫ് ഇറ്റ്സ് ഡിജിറ്റ്. സം ഓഫ് ഇറ്റ്സ് ഡിജിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ 2 ഡിജിറ്റുകളുടെ സമ്മ് അല്ലേ. ഈ 2 ഡിജിറ്റുകളുടെ സമ്മിൻ്റെ എന്ന് പറഞ്ഞാൽ പ്ലസ് അല്ലേ, അതിൻ്റെ 6 ടൈംസ് ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഒന്നാമത്തെ ഇക്വേഷൻ. അവർ തന്നിരിക്കുന്ന ക്ലൂ വെച്ച് നമ്മൾ എഴുതുന്ന ഒന്നാമത്തെ ഇക്വേഷൻ ഇങ്ങനെയാണ് എഴുതുക. ഓക്കെ, അപ്പോൾ സംഖ്യ 10x പ്ലസ് y എന്ന് പറയുന്നത് 6 ടൈംസ് എന്ന് പറഞ്ഞാൽ 6 ഇൻറ്റു സം ഓഫ് ഇറ്റ്സ് ഡിജിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഡിജിറ്റുകൾ ഏതാണ്? വൈയും എക്സും. അതിൻ്റെ സമ്മ x പ്ലസ് y ഇൻറ്റു 6 എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്.
ഓക്കെ, അടുത്തത് the number got by interchanging the digits. What do you mean by interchanging? അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. അതായത് ഈ വൈയുടെ പ്ലേസിൽ എക്സും എക്സിന്റെ പ്ലേസിലും വൈയും വരും. അതിനാണ് ഇന്റർചേഞ്ചിങ് ദ പ്ലേസ്. ഫോർ എക്സാമ്പിൾ 56 നമ്മുടെ നമ്പർ എങ്കിൽ അത് 65 കണ്ടോ, പ്ലേസ് അതിന്റെ ഡിജിറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. സോ ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് വരുന്ന അവർ പറയുന്നത് കിട്ടുന്നത് 9 മോർ ദാൻ 9 മോർ എന്ന് പറഞ്ഞാൽ എന്താ പ്ലസ്. അപ്പൊ 9 പ്ലസ് 4 times the sum of the digit. 4 times ആണ് വീണ്ടും 4 into sum of its digits എന്ന് നമ്മൾ നേരത്തെ എഴുതിയതുപോലെ തന്നെ x plus y. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇക്വേഷനിൽ എഴുതണം. ആദ്യം നമുക്ക് എന്ത് എഴുതാം, ഇന്റർചേഞ്ചിങ് ദ നമ്പർ. ആദ്യം ഇന്റർചേഞ്ച് ചെയ്യാം ഈ നമ്പറിനെ. അപ്പോൾ ഇത് 10y plus x എന്നാവും. അതെന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണെന്ന് അവർ പറയുന്നത്, ഇത് ഇന്റർചേഞ്ച് ചെയ്താൽ ഗോട്ട് ബൈ ഇന്റർചേഞ്ചിങ് ദ ഡിജിറ്റ്സ് ഈസ് ആകുന്നു. എന്താകുന്നു, 9 more than 9 plus 4 times the sum of the digits. 4 times 4 into sum of the digit എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിജിറ്റ് ഇതല്ലേ, x plus y. sum of digit എന്ന് പറയുമ്പോൾ പ്ലസ്. ഓക്കെ, ഇങ്ങനെയാണ് അടുത്ത ഇക്വേഷൻ. ഈ രണ്ട് ഇക്വേഷൻ നമുക്കൊന്ന് എക്സ് ആൻഡ് വൈയുടെ ഇക്വേഷൻ നമ്മുടെ സാധാരണ ഇക്വേഷൻ്റെ ഫോമിലേക്ക് ആക്കി എഴുതാം. ഓക്കെ, ആദ്യത്തെ ഇക്വേഷൻ എന്താണ്, 10x plus y is equal to, ഈ 6 നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തൂടെ. അപ്പോൾ 6 into x 6x, 6 into y plus 6y എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് എക്സിൻ്റെ ടേംസിനൊക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം അല്ലേ. അപ്പോൾ എന്ത് വരും, 10x ഈ ടേമിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. 10x ഈ 6 ഇങ്ങോട്ട് വരുമ്പോൾ -6x. ഇനി ഇവിടെ പ്ലസ് വൈ ഉണ്ട്, ഈ 6yനെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ -6y is equal to 0. അതായത് ഒന്നുമില്ല, നമ്മൾ ഈ രണ്ട് ടേമിനെ നമ്മൾ ഈ ഈസ് ഈക്വൽ ടു സൈൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അപ്പുറത്ത് ആരുമില്ലല്ലോ, 0 ആയി. ഓക്കെ, അപ്പോൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഈ പ്ലസ് ആയ ആൾക്കാരാണ്, ഇവർ രണ്ടുപേരും പ്ലസ് ആണ് അല്ലേ, അവർ രണ്ടുപേരും മൈനസ് ആയിട്ട് മാറി. കണ്ടോ, -6x -6y. ഇത് ഇവിടെ 10xും ഈ പ്ലസ് വൈ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവരെ രണ്ടുപേരും നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് കൊടുന്നപ്പോൾ ഈ എക്സുകൾ അടുപ്പിച്ചെഴുതിയതും വൈകളുടെ ടേം അടുപ്പിച്ചെഴുതിയെന്നേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് ക്യാൻസൽ ചെയ്യാൻ മൈനസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ 10x - 6x എന്ത് കിട്ടും, 4x എന്ന് കിട്ടും അല്ലേ. 10x നിന്ന് 6x പോയാൽ 4x ആണ്. ഇനി പ്ലസ് വൈ ഉണ്ട്, ഒരു -6y ഉണ്ട്. അപ്പോൾ വലുതിന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം അല്ലേ, കാരണം -6y നമ്മൾ പ്ലസ് വൈ ആണ് കളയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ആൻസർ കിട്ടുന്നത്, അപ്പോൾ ഒരു വൈ കുറയ്ക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 5y എന്ന് കിട്ടും. ചിഹ്നം ആരുടെയാണ് ഇടേണ്ടത്, വലിയ ആളുടെ, അതായത് -5. ഈ സ്റ്റെപ്പൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ മൈനസും പ്ലസും ഒക്കെ തെറ്റാതെ തന്നെ ഇടണം. എങ്ങാനും ഈ പ്ലസും മൈനസും ഒക്കെ തെറ്റി പോവുകയാണെങ്കിൽ എന്ത് പറ്റും, നമ്മുടെ ഇക്വേഷൻ തെറ്റും. ഇക്വേഷൻ തെറ്റി കഴിഞ്ഞാൽ സോൾവ് ചെയ്ത മൊത്തം അവിടെ നിന്നുള്ള സ്റ്റെപ്പ് അങ്ങോട്ട് തെറ്റും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഓരോ സ്റ്റെപ്പ് ചെയ്യുമ്പോഴും കറക്റ്റായിട്ട് ചെയ്യാം. ഇവിടെ എന്ന് പറയുമ്പോൾ 10x - 6x ആണ്. അപ്പോൾ നമുക്കറിയാം 10x ആണ് ഇവിടെ വലുത്, 6x ചെറുതാണ്. അപ്പോൾ വലുതിന് ചെറുത് കുറച്ചു, നമ്മൾ 10x 6x കുറച്ചു. അപ്പോൾ നമുക്ക് 4x കിട്ടി. ചിഹ്നം ആരുടെയാണ് ഇടുന്നത്, 10xൻ്റെ പ്ലസ് ആണ് ഇടുന്നത്. ഇവിടെയോ -6y +y. അപ്പോൾ വലുതാരാണ്, -6y. -6y എന്ന് നമുക്ക് കുറയ്ക്കാനുള്ളത് ഒരു y അല്ലേ, കുറയ്ക്കുമ്പോൾ നമുക്ക് 5y കിട്ടി. ചിഹ്നം ആരുടെ ഇടണം, ഇയാളല്ലേ വലുത് ആയിരുന്നു -6y, അയാളുടെ ചിഹ്നം എന്താ, മൈനസ്, അതിവിടെ ഇടും. ഓക്കെ, ഇസ് ഈക്വൽ ടു ഈ 0 ഇവിടെ തന്നെ ഇട്ടു. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 ഇത് കിട്ടി. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സെക്കൻഡ് ഇക്വേഷൻ. ഇത് നമുക്ക് ഫസ്റ്റ് ക്ലൂവും ഇത് സെക്കൻഡ് ക്ലൂവും കിട്ടിയ ഇക്വേഷനുകളാണ് അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് ഒരു ഇക്വേഷൻ്റെ മോഡലിലേക്ക് മാറ്റാം. ഈ 10y + x അവിടെ തന്നെ കിടക്കട്ടെ. ഇത് നമ്മൾ ഇന്റർചേഞ്ച് ചെയ്തതാണ് അല്ലേ, ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ. ഇനി 9 is equal to 9 plus ഇത് നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 4 into x 4x, 4 into y 4y എന്ന് കൊടുക്കാം. ഇനി ഈ ടേംസിനെയൊക്കെ നമുക്ക് ഈ സൈഡിലേക്ക് കൊണ്ടുവരാം. ഈ 9 മാത്രം നമുക്ക് ആ സൈഡിൽ നിർത്താം, ഇതൊരു നമ്പർ ആയതുകൊണ്ട് അവിടെ നിൽക്കട്ടെ. സോ 10y + x ഇവിടെയുണ്ട്. ഇനി ആരെയാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്, ഈ 4xനെയും 4yനെയാണ് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പോൾ രണ്ടുപേരും ഇവിടെ പ്ലസ് ആയിട്ടാണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ ഈക്വൽ സൈൻ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് വരുമ്പോൾ രണ്ടാണ് മൈനസ് ആവും. സോ ഈ 4x - 4x ആയി, ഈ 4y - 4y ആയി. ഇസ് ഈക്വൽ ടു ഈ 9 അപ്പുറത്ത് തന്നെ നിൽക്കുകയാണ്, നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല. ഓക്കെ, ഇനി ഇവിടെ വൈയുടെ ടേംസും ഉണ്ട്, എക്സിൻ്റെ ടേംസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് ചെറുതാക്കി എഴുതി കൂടെ. 10y ഉണ്ട്, ഇവിടെ -4y ഉണ്ട്.
അപ്പോൾ ഈ 10y മൈനസ് 4y എന്ന് പറയുമ്പോൾ എത്രയാവും? 10y എന്ന് വലുതിന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം, 10ൽ നിന്ന് 4 കുറച്ച് 6, 6y, 10y നിന്ന് 4y കുറച്ച് 6y. ചിഹ്നം ആരുടെയാണ്? 10yയുടെ, കാരണം അതാണ് വലുത് അല്ലേ. അപ്പോൾ പ്ലസ് ആണ് കിട്ടുക, അപ്പോൾ 6y എന്ന് കിട്ടും. ഇനി ഇവിടെ വലുതാരാണ്? ഒരു പ്ലസ് എക്സ് ഉണ്ട്, ഒരു മൈനസ് 4x ഉണ്ട്. വലുതാരാണ്? മൈനസ് 4x ആണ്. അപ്പോൾ -4ൽ നിന്ന് പ്ലസ് 1x കുറയ്ക്കുമ്പോൾ നമുക്ക് 3x എന്ന് കിട്ടും. അപ്പോൾ 3x, പക്ഷെ ഇവിടെ ചിഹ്നം ആരുടെ വലുത്? പ്ലസ് എക്സ് ഉണ്ട്, -4x ഉണ്ട്. ഇവിടെ ഒരു എക്സ് പ്ലസും 4x മൈനസിലുമാണ്. അപ്പോൾ മൈനസിൻ്റെ ചിഹ്നം ഇവിടെ ഈ ടേമല്ലേ വലുത്, സോ മൈനസ് സൈൻ ആണ് കൊടുക്കേണ്ടത്. ഈക്വൽ ടു ഇവിടെ 9. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. ഒന്ന് 4x മൈനസ് 5y ഈക്വൽ ടു 0 എന്നും കിട്ടി. ഇവിടെ രണ്ടാമത്തെ ഇക്വേഷൻ 6y മൈനസ് 3x ഈക്വൽ ടു 9 എന്നും കിട്ടി. ഇനി ഈ രണ്ട് ഇക്വേഷൻസ് നമ്മൾ എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. ആ രണ്ട് ഇക്വേഷൻസ് ഇവിടേക്ക് എഴുതാം. 4x മൈനസ് 5y ഈക്വൽ ടു 0. രണ്ടാമത്തെ ഇക്വേഷൻ 6y മൈനസ് 3x ഈക്വൽ ടു 9. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഈ രണ്ട് ഇക്വേഷനിൽ എക്സിൻ്റെ ടേമുകളല്ല നമ്മൾ അടിയിൽ എഴുതാറ്, മറ്റേ വൈയുടെ ടേം അടിയിൽ. അപ്പോൾ അതിനെ അങ്ങനെ ഒന്നാക്കി മാറ്റാം. അപ്പോൾ അങ്ങനെ ആക്കി മാറ്റുമ്പോൾ ആദ്യത്തെ മുകളിലത്തെ ടേം അങ്ങനെ തന്നെ എഴുതിയാൽ മതി. എന്താണ്? 4x മൈനസ് 5y ഈക്വൽ ടു 0. അടുത്ത് നമ്മൾ ഈ എക്സിൻ്റെ ടേം ഉണ്ടല്ലോ, ഈ സൈൻ അടക്കം എടുക്കണം. ഇവിടെ സൈൻ എന്താ? -3x, അതിവിടെ എഴുതാം. ഇനി 6y, അത് പ്ലസ് അല്ലേ, അപ്പോൾ പ്ലസ് 6y ഈക്വൽ ടു ഈ 9 അങ്ങനെ തന്നെ. ഇവിടെ നമ്മളൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് എക്സിൻ്റെ ടേമുകൾ ഒരേ അടിയിൽ വരാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് തിരിച്ചെഴുതിയെന്നുള്ളൂ. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? -3x. ഇവിടെ എന്ത് കിട്ടും? പ്ലസ് 6y ഈക്വൽ ടു 9 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ രണ്ട് ഇക്വേഷൻ. ഫസ്റ്റ് ഇക്വേഷൻ, ഇത് സെക്കൻഡ് ഇക്വേഷൻ. ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ നോക്കൂ, രണ്ടും വേറെ വേറെ നമ്പറാണ് അല്ലേ. അപ്പോൾ എക്സിൻ്റെ കോഎഫിഷ്യൻസ് സെയിം അല്ല. അപ്പോൾ കോഎഫിഷ്യൻ്റ് നമ്മൾ സെയിം ആക്കി മാറ്റണം. അപ്പോൾ അങ്ങനെ ഇവിടെ രണ്ടും നമ്മൾ സെയിം ആക്കി മാറ്റാൻ എന്താ ചെയ്യാറ്? ഇപ്പോൾ ഇവിടെ ഒരെണ്ണത്തിന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല, കാരണം 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 4ൻ്റെ നമ്പറൊന്നും വരുന്നില്ല അല്ലേ. ഇവർ ഒരേ ടേബിളിൽ വരുന്നില്ല. അതുകൊണ്ട് നമ്മൾ രണ്ടിന് എന്ത് ചെയ്യണം? ഇവിടെ 3 കൊണ്ടും ഇവിടെ 4 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്കത് എന്ത് കിട്ടും? അപ്പോൾ ഈ ഇക്വേഷൻ ഞാൻ 3 കൊണ്ടും ഈ ഇക്വേഷനെ ഞാൻ 4 കൊണ്ടുമാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ 3 × 4x, അപ്പോൾ എന്ത് കിട്ടും? 12x അല്ലേ. 12x മൈനസ് 5 × 3 15y ഈക്വൽ ടു 0 × 3 0 തന്നെ. ഇനി 4 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യും, 4 × 3x. അപ്പോൾ ഇവിടെ മൈനസ് ഉണ്ട്, അപ്പോൾ -12x. ഇനി 4 × 6y പ്ലസ് 24, പ്ലസ് അല്ലേ വരുന്നത്, ഇവിടെ പ്ലസ് ആണ്, 24y ഈക്വൽ ടു 9 × 4 36 അല്ലേ. അപ്പം ഇങ്ങനെ കിട്ടി. അവിടെ പ്ലസ് സൈൻ ആയതുകൊണ്ട് തന്നെ പ്ലസ്, മാറ്റമൊന്നുമില്ല. അപ്പോൾ നമ്മൾ സാധാരണ ഇവിടെ മൈനസ് സൈൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാറുണ്ട്, പക്ഷെ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇവിടെ ഓൾറെഡി ഈ ടേം മൈനസിലായതുകൊണ്ട് ഇവിടെ നമുക്ക് -12x കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ ഇത് രണ്ടും നമ്മൾ ക്യാൻസൽ ചെയ്ത് പോയിക്കോളും. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഇനി ആഡ് ചെയ്യാനാണ് പോകുന്നത്. നമ്മൾ സാധാരണ എപ്പോഴും ചെയ്യാവുന്ന പോലെ രണ്ട് ഇക്വേഷൻ കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുക? നോക്കൂ, ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഇത് 0 ആയി പോവില്ലേ? രണ്ടും സെയിം കോഎഫിഷ്യന്റ് പക്ഷെ ഡിഫറൻറ്റ് സൈനുമാണ് അല്ലേ. ഒന്ന് പ്ലസ് ഒന്ന് മൈനസ്. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ അത് 0 ആയി. ഇനി ഇതെന്താണ്? ഒന്ന് വലുത്, ഒന്ന് മൈനസ് ഒന്ന് പ്ലസ്. അപ്പോൾ വലുതിന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം. അപ്പോൾ വലുത് ആരാണ്? 24 ആണ്. 24 നമ്മൾ എന്ത് ചെയ്യണം? 15 കുറയ്ക്കണം. 24 15 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 24 അല്ലേ. അപ്പോൾ 24 നമുക്ക് 15 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 9 എന്ന് കിട്ടും അല്ലേ. 9, ഇപ്പോൾ 9 എന്ന് കിട്ടും. അപ്പോൾ 9y. ഇവിടെ സൈൻ എന്ത് വരും? പ്ലസ് വരുമോ മൈനസ് വരുമോ? നമുക്കിവിടെ പ്ലസ് സൈൻ ആണ് വരിക. കാരണം എന്താ? 24 ആണ് ഇവിടുത്തെ ബിഗ്ഗർ നമ്പർ. സോ പ്ലസ് 9y എന്ന് കിട്ടി. ഇസ് ഈക്വൽ ടു നമുക്ക് ഈ 36, ഇവിടെ 0 ആയതുകൊണ്ട് പിന്നെ 36 തന്നെയാണ് കിട്ടുക അല്ലേ. ആഡ് ചെയ്യുമ്പോൾ 36 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 36 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് 9y ഈസ് ഈക്വൽ ടു 36 എന്ന് കിട്ടി. അപ്പോൾ 9y ഈസ് ഈക്വൽ ടു 36. അപ്പോൾ y ഈസ് ഈക്വൽ ടു 36/9, അതായത് 4 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ y എന്താണ്? നമ്മുടെ y എന്ന് പറയുന്ന ഡിജിറ്റ്, അതായത് ഈ വൺസ് പ്ലേസിൽ കിടക്കുന്ന ഡിജിറ്റ് എന്താണ്? 4 ആണ്. ഇനി നമുക്ക് x കണ്ടുപിടിച്ചാൽ പോരെ. x കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതിലേതെങ്കിലും ഇക്വേഷൻ, ഇതാണ് ഫസ്റ്റ്, ഇതാണ് സെക്കൻഡ്, ഇതിലേതെങ്കിലും ഇക്വേഷൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമുക്കിപ്പോൾ 4x മൈനസ് 5y ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഫസ്റ്റ് ഇക്വേഷനിൽ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? വൈയുടെ വാല്യൂ 4 അല്ലേ. ഇവിടെ വൈക്ക് പകരം 4 കൊടുക്കാം.
അപ്പോൾ 4x ഇവിടെ ഉണ്ട്. 5 ഇൻറ്റു വൈയുടെ വാല്യൂ നമുക്ക് കിട്ടിയത് എന്താണ്? y is equal to 4. അപ്പോൾ ആ വാല്യൂ നമ്മൾ ഈ വൈക്ക് പകരം ഇവിടെ 4 കൊടുക്കുന്നു, ഈക്വൽ ടു 0. 4x ഇവിടെ നിർത്താം, മൈനസ് 5 4s are 20 ഈക്വൽ ടു 0. അപ്പോൾ 4x ഈക്വൽ ടു ഈ 20 അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. 4x ഈക്വൽ ടു നമുക്ക് ഈ -20 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? +20 ആവും അല്ലേ? ഓക്കെ, ഇവിടെ 0 ആണ്. 4x ഇവിടെ നിർത്താം, ഈ -20 അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ +20. ഇനി x ഈക്വൽ ടു 4x ഈക്വൽ ടു 20. അപ്പോൾ x ഈക്വൽ ടു 4 അവിടെ പോകുമ്പോൾ ഡിവിഷൻ ആവും അല്ലേ? അപ്പോൾ നമുക്ക് 5 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് x 5 എന്ന് കിട്ടി, y എന്ത് കിട്ടി? 4 എന്ന് കിട്ടി. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 5, വൈയുടെ വാല്യൂ 4. അപ്പോൾ നമുക്ക് നമ്പർ കിട്ടി അല്ലേ? സോ ദ നമ്പർ ഈസ്, നമ്പർ എന്ത് കിട്ടി? സോ ദ നമ്പർ ഈസ് എന്താണ്? എക്സിൽ ആദ്യം എഴുതേണ്ടത്. സോ 5 4, സോ 54 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ നമ്പർ എന്താണ്? 54. നമുക്ക് കണ്ടുപിടിക്കേണ്ട നമ്പർ ദാറ്റ് ഈസ് 54. അതാണ് അവർ ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ നമ്പർ? വാട്ട് ഈസ് ദ നമ്പർ? വാട്ട് ഈസ് ദ നമ്പർ? ദ നമ്പർ ഈസ് 54. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. ഇത് നന്നായി ചെയ്ത് പഠിക്കാം. ഓക്കെ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഈ പേജ് നമ്പർ 18 ഈ എക്സസൈസിലെ ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം. അപ്പോൾ 9th സ്റ്റാൻഡേർഡിൽ പെയർസ് ഓഫ് ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പ്രോബ്ലം ആണിത്. അപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ, 11 added to a number gives twice another number. 20 added to the second number gives twice the first number. What are the numbers? Okay, simple ആണ് അല്ലേ? 11 added to a number, ഒരു നമ്പറിന് കൂടെ 11 ആഡ് ചെയ്തപ്പോൾ we get another number, വേറൊരു നമ്പർ നമുക്ക് കിട്ടി. അതങ്ങനെ തന്നെയാണല്ലോ, ഒരു നമ്പറിന് കൂടെ വേറെ നമ്പർ ആഡ് ചെയ്ത് നമുക്ക് വേറെ നമ്പറാണ് കിട്ടുക. ഓക്കെ, 20 added to the second number. അപ്പോൾ നമുക്ക് ഈ കിട്ടിയ നമ്പർ ഉണ്ടല്ലോ, അതാണ് അവിടുത്തെ സെക്കൻഡ് നമ്പർ. അതിൻ്റെ കൂടെ 20 ആഡ് ചെയ്തപ്പോൾ ഫസ്റ്റ് നമ്പറിൻ്റെ ട്വൈസ് ആണ് കിട്ടിയ നമ്പർ എന്ന്. ഓക്കെ, നമുക്ക് കിട്ടിയ ആൻസർ ഈ നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്ന നമ്പർ ഉണ്ടല്ലോ, അത് നമുക്കിവിടെ അറിയില്ല. നമ്മൾ ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറും ഇവിടെ എക്സും വൈ ആയിട്ട് എടുക്കണം. എന്നിട്ടാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്പോൾ ആ പ്രോബ്ലം, അപ്പോൾ ആ ഫസ്റ്റ് നമ്പറിന് ട്വൈസ് കിട്ടിയെന്നാണ് രണ്ടാമത്തെ കണ്ടീഷനിൽ പറയുന്നത്. അതായത് ആദ്യത്തെ നമ്പറിൻ്റെ കൂടെ 11 ആഡ് ചെയ്തപ്പോൾ വേറൊരു നമ്പർ കിട്ടി. ആ നമ്പറിൻ്റെ കൂടെ 20 ആഡ് ചെയ്തപ്പോൾ ആദ്യത്തെ നമ്പറിൻ്റെ ഇരട്ടിയായിരുന്നു. ഓക്കെ, ട്വൈസ് എന്ന് പറഞ്ഞാൽ ഇരട്ടി. അപ്പോൾ നമുക്ക് ഇക്വേഷനിലിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷനിൽ ഫസ്റ്റ് നമ്പർ ഈസ് എക്സ് എന്നും സെക്കൻഡ് നമ്പർ ഈസ് വൈ. സോ ഇങ്ങനെ കൊടുക്കാം. ഫസ്റ്റ് നമ്പർ എക്സ് എന്നും കൊടുക്കാം, സെക്കൻഡ് നമ്പർ ഞാൻ വൈ എന്നും കൊടുത്തു. ഇനി നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ എക്സിലും വൈയിലും ടേംസിലും എഴുതാം. അതാണ് നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ട സ്റ്റെപ്പ്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? 11 ആഡഡ് ടു എ നമ്പർ. 11 ആഡഡ് ടു എ നമ്പർ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഫസ്റ്റ് നമ്പറിന് തന്നെ 11 ആഡ് ചെയ്യുന്നു. അപ്പോൾ എക്സ് പ്ലസ് 11 എന്ന് കിട്ടി. ഇസ് ഈക്വൽ ടു ഗിവ്സ് ട്വൈസ് അനദർ നമ്പർ. വേറൊരു നമ്പറിൻ്റെ ട്വൈസ് ആണ് കിട്ടുന്നത്. അപ്പോൾ വേറൊരു നമ്പർ വൈ ആണ്, അതിൻ്റെ ട്വൈസ് എന്ന് പറഞ്ഞാൽ 2y അല്ലേ? 2 × y. അപ്പോൾ എക്സ് പ്ലസ് 11 ഇസ് ഈക്വൽ ടു 2y. ഇതാണ് നമ്മുടെ ആദ്യത്തെ കണ്ടീഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഒരു നമ്പറിൻ്റെ കൂടെ 11 ആഡ് ചെയ്തപ്പോൾ വേറൊരു നമ്പറിൻ്റെ ഇരട്ടി കിട്ടി. ഓക്കെ, സെക്കൻഡ് നമ്പറിൻ്റെ ഇരട്ടി. അപ്പോൾ അനദർ നമ്പറിൻ്റെ ട്വൈസ് എന്ന് പറയുമ്പോൾ 2y. ഇനി അടുത്തത് 20 ആഡഡ് ടു ദ സെക്കൻഡ് നമ്പർ. 20 ആരോട് ആഡ് ചെയ്യണം? സെക്കൻഡ് നമ്പറിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ആരാണ് ഇവിടുത്തെ സെക്കൻഡ് നമ്പർ? y അല്ലേ? അപ്പോൾ നമുക്ക് 20 + y എന്ന് എഴുതാം. ഓക്കെ, സെക്കൻഡ് നമ്പറിനൂടെ 20 ആഡ് ചെയ്തു. അപ്പോൾ എനിക്ക് ഗീവ്സ് ട്വൈസ് ദ ഫസ്റ്റ് നമ്പർ. ട്വൈസ് ദ ഫസ്റ്റ് നമ്പർ. ഫസ്റ്റ് നമ്പറിൻ്റെ ഇരട്ടി കിട്ടി. ഫസ്റ്റ് നമ്പർ ആരാണ്? എക്സ് അല്ലേ? അതിൻ്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ എന്താണ്? 2x അല്ലേ? 2 × x. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ രണ്ട് ഇക്വേഷൻസ് കിട്ടി അല്ലേ? എക്സ് പ്ലസ് 11 ഇസ് ഈക്വൽ ടു 2y, 20 + y ഇസ് ഈക്വൽ ടു 2x എന്ന് കിട്ടി. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ട് ചെറിയ ഇക്വേഷൻസ് ആണല്ലേ, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ ഒരു ഇക്വേഷൻ്റെ വാല്യൂ മറ്റൊരു ഇക്വേഷനിൽ ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാറില്ലേ, ആ ഒരു മെത്തേഡ് ചെയ്ത് നോക്കാം. അതായത് ഇവിടെ ശ്രദ്ധിക്കാം. അതായത് ഈ രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് y is equal to 2x minus 20 എന്ന് എഴുതിക്കൂടെ? അതായത് ഈ y ഇവിടെ നിർത്തി, ഈ 2x അവിടെ ഉണ്ടായിരുന്നു, ഈ 20 അപ്പുറത്ത് പോകുമ്പോൾ -20 ആയി. അപ്പോൾ y is equal to 2x minus 20 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഈ വൈയുടെ വാല്യൂ ഈ ആദ്യത്തെ ഇക്വേഷനിൽ കൊണ്ടുപോയി ഈ വൈക്ക് പകരം ഇട്ട് കൊടുത്താൽ നമുക്കിവിടെ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം അല്ലേ?
അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട് ചില പ്രോബ്ലത്തിൽ. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസ് നമ്മൾ ആഡ് ചെയ്ത് സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഞാൻ ഈ രണ്ടാമത്തെ ഇക്വേഷനാണ് ഇങ്ങനെ എഴുതിയത് മനസ്സിലായല്ലോ. അതായത് വൈനെ ഇവിടെ നിർത്തി, വൈയുടെ വാല്യൂ y is equal to 2x minus 20. 20 അപ്പുറത്തേക്ക് പോയപ്പോൾ -20. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ ഇക്വേഷൻ എഴുതാം. സോ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 2 ഇൻ ഇക്വേഷൻ 1. ഈ ഇക്വേഷനെ നമ്മൾ ഈ വൈയുടെ വാല്യൂ ഞാൻ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്, ഇക്വേഷൻ നമ്പർ 1ൽ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 ഇതല്ലേ, ഏതാണ് ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്നത് x plus 11 is equal to 2y എന്നാണ്. അതിൽ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അതിൽ yക്ക് പകരം ഞാൻ എന്ത് കൊടുക്കാൻ പോവാണ്, 2x minus 20. അപ്പോൾ ഈ yയുടെ സ്ഥാനത്ത് ഞാൻ എന്ത് കൊടുക്കും, 2x minus 20. കാരണം y is equal to 2x minus 20 ആണ് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ x plus 11 അവിടെ തന്നെ ഉണ്ടാവും, is equal to 2 into yക്ക് പകരം ഞാൻ 2x minus 20 എന്ന് എഴുതി. അടുത്തത് സോൾവ് ചെയ്യാം. x plus 11 is equal to 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 2 into 2x 4x minus 2 into 20 40 അല്ലേ. ഇനി നമുക്ക് എക്സിന്റെ ടേമിൽ ഇപ്പുറത്തേക്കും 11 അങ്ങോട്ടും കൊണ്ടുപോകാം. അപ്പോൾ ഇവിടെ എന്ത് വരും, ഇത് x minus 4x is equal to 11 അങ്ങോട്ട് പോകുമ്പോൾ -40 minus 11 അല്ലേ. അപ്പോൾ ഇവിടെ വലുതിന് ചെറുത് കുറച്ച് വലുതിന് ചിഹ്നമാകുമ്പോൾ -3x. ഓക്കെ, ഇങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ചിലർക്ക് മൈനസ് കാണുന്നത് ഒരു വിഷമമാണ് അല്ലേ. അപ്പോൾ പ്ലസിന്റെ സൈൻ കാണുമ്പോഴാണ് കുറച്ചും കൂടെ അവർക്ക് ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, ഈ എക്സിന് അങ്ങോട്ടും 14 ഇങ്ങോട്ടും കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇപ്പുറത്തെ 40 മൈനസിൽ എടുക്കുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് ആയിക്കോളും. പിന്നെ ഇവിടുത്തെ എക്സ് അങ്ങോട്ട് പോകുമ്പോൾ 4x minus x ആണ്. അപ്പോൾ കുഴപ്പമില്ല, അത് ചെയ്യാൻ എളുപ്പമുണ്ട്, കാണുമ്പോൾ തന്നെ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. എങ്ങനെ ചെയ്താലും കറക്റ്റ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾ ചെയ്യുന്ന സ്റ്റെപ്പ് കറക്റ്റായി ചെയ്താൽ മതി. ഓക്കെ, ആരങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയാലും വിരോധമില്ല. കൊണ്ടുപോകുമ്പോൾ അവരുടെ സൈൻ അടക്കം നമ്മൾ കെയർ ചെയ്ത്, പ്ലസ് ആണെങ്കിൽ മൈനസ്, മൈനസ് ആണെങ്കിൽ പ്ലസ്, അങ്ങോട്ട് LHS RHS അങ്ങോട്ടും മാറ്റുമ്പോൾ. അതുപോലെ തന്നെ ഇൻറ്റു ആണെങ്കിൽ ഡിവിഷൻ, ഡിവിഷൻ ആണെങ്കിൽ ഇൻറ്റു. ഓക്കെ, അത് നിങ്ങൾ തെറ്റാതെ ചെയ്താൽ മതി. അപ്പം ഞാനിവിടെ തൽക്കാലം 11 ഇവിടെ നിർത്തുന്നുണ്ട്. 11 പ്ലസ് ഈ 40 അങ്ങോട്ട് വരികയാണ്. അപ്പോൾ ഇവിടുത്തെ -40 ഇവിടെ +40 ആയി, is equal to ഈ 4x ഇവിടെ തന്നെ കിടക്കുന്നുണ്ട്. ഈ +x അങ്ങോട്ട് പോകുമ്പോൾ -x ആയി. അപ്പോൾ ഇവിടെ ഞാൻ ഒന്നും ചെയ്തില്ല, ഈ എക്സിന് അങ്ങോട്ടും ഈ 14 ഇങ്ങോട്ടും കൊടുന്നു. അപ്പോൾ സൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. കാരണം ഇവിടുത്തെ -40 ഇവിടെ +40 ആയി, ഇവിടുത്തെ +x ഇവിടെ -x ആയി. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി ഇത് ആഡ് ചെയ്ത് നോക്കൂ. 40 + 11 51 അല്ലേ. 40ന്റെ കൂടെ 11 കൂട്ടുമ്പോൾ 51 is equal to 4x എന്ന് ഒരു x പോയ എത്രയാണ്, 3x. വലുതിന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം, 4x ന്ന് ഒരു x കുറച്ച് 3x. വലിയ ആളുടെ ചിഹ്നം ഇവിടെ പ്ലസ് അല്ലേ, അപ്പോൾ പ്ലസ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ മൈനസ് വരാഞ്ഞെന്ന് ചോദിച്ചാൽ അതാണ് ഇതിന്റെ ആൻസർ. മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് 4x ആണ് ഇവിടെ വലുത്. അതുകൊണ്ട് നമ്മൾ വലുതിന് ചെറുത് കുറച്ച്, വലിയ ആളുടെ ചിഹ്നം എന്താ പ്ലസ് ആണ്, പ്ലസ് ആയിട്ട് കൊടുത്തു. ഇനി ഇവിടെ നമുക്ക് 3x ഈക്വൽ ടു എന്ത് കിട്ടി, 51 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ x ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, 51/3 എന്ന് കിട്ടും. 51/3 എത്രയാണ് നമുക്കറിയാം, 17 അല്ലേ. 17 × 3 ആണ് 51. അപ്പോൾ നമുക്ക് x ഈക്വൽ ടു 17 എന്ന് കിട്ടും. ഓക്കെ, എക്സിന്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ y യുടെ വാല്യൂ കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്പർ x എന്ന് പറയുന്ന നമ്പർ കണ്ടുപിടിച്ചു. ഫസ്റ്റ് നമ്പർ 17 എന്ന് കിട്ടി. ഇനി സെക്കൻഡ് നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഞാനിപ്പോൾ തൽക്കാലം ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ എടുത്ത ഇക്വേഷനിലോ അല്ലെങ്കിൽ ഇതിലോ ഏത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും കുഴപ്പമില്ല. നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എടുക്കാം. x plus 11 is equal to 2y. ഫസ്റ്റ് ഇക്വേഷൻ അതിൽ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ് എക്സിൻ്റെ വാല്യൂ. അപ്പോൾ ഞാൻ എന്ത് കൊടുത്തു, എക്സിന് പകരം 17 എന്ന് കൊടുത്തു, നമ്മൾ കണ്ടുപിടിച്ചല്ലോ. +11 is equal to 2y. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 28 എന്ന് കിട്ടും. 28 is equal to നമുക്ക് 2y അല്ലേ. അപ്പോൾ 2y is equal to 28 എന്ന് കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് y is equal to എന്ത് കിട്ടും, 28. ഈ 2 അവിടെ പോകുമ്പോൾ ഡിവിഷൻ ആവും. അപ്പോൾ y is equal to 14 എന്ന് കിട്ടും. 28 പകുതി 14. അപ്പോൾ y-യുടെ വാല്യൂ 14, x വാല്യൂ അല്ല നമ്പേഴ്സ് ആണെങ്കിൽ നമ്മളോട് നമ്പേഴ്സ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് നമ്പർ ആണ് നമ്മൾ x എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്പർ ആയിട്ടുള്ള x നമുക്ക് എന്ത് കിട്ടി, 17 എന്നും കിട്ടി. സെക്കൻഡ് നമ്പർ ആയിട്ടുള്ള y നമുക്ക് 14 എന്നും കിട്ടി. അപ്പോൾ ഇതാണ് രണ്ട് നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുക. ഇത് കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. നമ്മൾ ഒരു ഇക്വേഷൻ മറ്റേ ഇക്വേഷന് വാല്യൂ കൊടുത്ത് ചെയ്യും.
നമ്മൾ പ്രീവിയസ് പ്രോബ്ലങ്ങൾ ചെയ്ത പോലെ 2 ഇക്വേഷൻ ഇട്ട് ആഡ് ചെയ്ത് അങ്ങനെയല്ല ഇതിൽ ചെയ്തത്. അങ്ങനെ ചെയ്താലും നമുക്ക് ഈ ആൻസർ കിട്ടും, കുഴപ്പമില്ല, ആരുടെയും തെറ്റൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ കുറച്ചും കൂടി ഈസി മെത്തേഡ് ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ഒരു മെത്തേഡിലൂടെ ഇവിടെ ചെയ്യാം. ഇങ്ങനത്തെ പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് ഇക്വേഷൻ 1നെ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കറക്റ്റ് വൈസിലുള്ള 2x - 20 ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ y ഇവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ നേരിട്ട് അങ്ങനെ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് ആണ് ഈ ചാപ്റ്ററിൽ മുഴുവൻ. അപ്പോൾ ഈ പ്രോബ്ലംസ് ഒക്കെ നന്നായി ചെയ്ത് പഠിക്കണം. അപ്പോൾ ചെയ്ത് തന്നെ പഠിക്കണം. നിങ്ങൾ വായിച്ച് ഇങ്ങനെ സ്റ്റെപ്പ് അങ്ങോട്ട് പോയി മൈനസായി, ഈ പ്ലസ് അങ്ങോട്ട് പോയി മൈനസായി, എല്ലാ കുട്ടികളുടെയും ഒരു പ്രോബ്ലമാണ്. അവരിങ്ങനെ പരീക്ഷയ്ക്കൊക്കെ പഠിക്കുകയാണെങ്കിലും ഇങ്ങനെ ഈ മൈനസ് അങ്ങോട്ട് പ്ലസ് ഒക്കെ ഇങ്ങനെ 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 ഒരു ശരിയാണ്. പക്ഷെ നമുക്ക് ആ ബുക്കിൽ അത് ഉള്ളത് കൊണ്ടാണ് നമ്മുടെ മെമ്മറി നിൽക്കുന്നത്. പക്ഷെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ വരാൻ വളരെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് തന്നെ ചെയ്യണം, നമ്മൾ ചെയ്ത് തന്നെ പഠിക്കണം. അത് നമ്മൾ നോക്കിയല്ല ചെയ്ത് പഠിക്കേണ്ടത്. ഒരു വട്ടം നമ്മൾ പ്രോബ്ലം നോക്കി മനസ്സിലാക്കാം, നമ്മൾ ചെയ്ത് പഠിച്ച് മനസ്സിലാക്കണം. അതെങ്കിൽ നോക്കി മനസ്സിലാക്കിയതിന് ശേഷം തന്നെ ഒരു ഷീറ്റ് എടുത്ത് അതിൽ ക്വസ്റ്റ്യൻ എഴുതി അതിൽ ഓരോ സ്റ്റെപ്പും ചെയ്ത് നോക്കി അതെനിക്ക് ചെയ്യാൻ കിട്ടുന്നുണ്ടോ എന്ന് നന്നായി നോക്കാം. ഇനി എവിടെയെങ്കിലും നമ്മൾ ചെയ്തതിന് ശേഷം നമ്മുടെ ഒറിജിനൽ ബുക്കുമായിട്ട് വെച്ചിട്ട് കറക്റ്റ് ചെയ്യാം. അപ്പോൾ തെറ്റുണ്ടെങ്കിൽ എവിടെയാണ് തെറ്റിയത്, ഏത് സ്റ്റെപ്പിലാണ് എൻ്റെ തെറ്റിയത്, എവിടെയാണ് തെറ്റിയത് മനസ്സിലാക്കി ആ തെറ്റ് കറക്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ ചെയ്ത് നോക്കാം. അങ്ങനെ തന്നെ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്നവരെ നിങ്ങളത് ചെയ്ത് തന്നെ പഠിക്കണം. അങ്ങനെ കുറേ ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഓരോ ക്വസ്റ്റ്യൻസും നിങ്ങൾ ഒരു വട്ടം വായിച്ചാൽ പോരാ, ഒരു 3 - 4 വട്ടമൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ആൻസേഴ്സ് എഴുതാൻ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. കാരണം ക്വസ്റ്റ്യൻ നന്നായി മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഇക്വേഷൻസ് ഉണ്ടല്ലോ അത് തെറ്റിപ്പോവും. ഓക്കെ, അത് തെറ്റി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എന്ത് നമ്മൾ സ്റ്റെപ്പ് ചെയ്താലും ഒരു കാര്യമില്ല, ഒക്കെ തെറ്റായിരിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കാനും അതിൽ നിന്ന് ഇങ്ങനെ ഇക്വേഷൻസ് ഫോം ചെയ്യാനും പിന്നെ സോൾവ് ചെയ്യാനും പിന്നെ ഈ മൈനസ് പ്ലസ് സൈനുകൾ വരുമ്പോൾ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ മൈനസ് ചിഹ്നങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കി നല്ല കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ചാപ്റ്റർ വളരെ ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിലുള്ള എല്ലാ പ്രോബ്ലംസും നിങ്ങൾ നന്നായിട്ട് തന്നെ ചെയ്ത് പഠിക്കാം. ഓക്കെ.